ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഷോയ്ക്ക് പോകുമ്പോഴുള്ള വിശേഷങ്ങളാണ് കാണുന്നത്. ബാക്കി വഴിയെ കാണാം. ലിങ്ക് അയക്കാതെ അല്ല, പാട്ടിടണ്ടല്ല, അല്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇത്ര വർഷമായിട്ട്. ചീറ്റേഴ്സ് കൂട്ടുകാരെ, നമ്മളിന്ന് ഇങ്ങോട്ടാ പോകുന്നത്. പറ. റോഡും തപ്പി വന്നതാ ഗൈസ്. തിരിച്ച് നമ്മൾ എവിടെ എത്തിയത്? ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോവാണ്. 10 മിനിറ്റ് ലാഭിച്ചതാ. വെള്ളം തലേ വീഴുന്നപ്പോൾ ഇപ്പം 10 മിനിറ്റ് ലാഭം നന്നായിട്ടായിട്ടുണ്ട്. ഗൈസ്, നമ്മൾ വീണ്ടും വിട്ടിരിക്കുകയാണ്. 10 മിനിറ്റ് ലാഭിച്ച് പിന്നെ നമ്മൾ വലിയൊരു ബ്ലോക്കിൽ പെട്ടു. സിറ്റുവേഷന് പാട്ട് പാടിയതാണ്. അപ്പോൾ ആ പാട്ട് പാടിയത് ഞാൻ. എനിക്ക് തോന്നി എന്തെങ്കിലും വരുമെന്ന്. ഞാൻ മിണ്ടാണ്ടായത് പെട്ടെന്ന്. പാടൊന്നൂടെ പാട്. വെള്ളിയൊക്കെ വീഴുന്നു. എന്നെ കൊന്നിട്ട് ഇപ്പൊ ആരും ഫ്രണ്ടിക്ക് പോട്ട. ആ പുറകെ ഒരാള് ചത്തോലോടെ പോട്ട്. ബൈ ബൈ. ബ്ലോഗിൽ അപമാനിക്കും. നല്ല വഴിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ എത്ര മിനിറ്റ്? 10 മിനിറ്റ് പറഞ്ഞിട്ട് നമ്മള് 3 മിനിറ്റ് ലാഭിച്ചു. നമ്മള് ചായ കുടിക്കാൻ ഉറക്കം എഴുന്നേറ്റല്ലേ? ഓല കടയില് വരുന്നില്ല. ഞാനെങ്ങനെ കേറും? നിങ്ങളല്ലേ എന്താ പണിയെ കാണിച്ച്? ചെരുപ്പോടിടാ. കൈ പിടി. കാല് താഴെ നോക്കി ചവിട്ടണം. ഉള്ളിലേക്ക് പോയാൽ പിന്നെ പുറത്തെടുക്കാൻ പറ്റില്ല കാല്. നൈസ് വ്യൂ. കുഴിയിലേക്ക് പോയാൽ പുറത്തെടുക്കാൻ പറ്റില്ല. ഫോട്ടോഷൂട്ട് എടുക്കാണ്. പ്രോ കിട്ടുമായിരുന്നോ? മറ്റു വഴിക്ക് പോയായിരുന്നെങ്കിൽ ഇന്ന കണ്ടന്റ് ഇല്ല. എന്നാലും നോക്കിയിരിക്കത്തുള്ളൂ. 2 കേക്ക് കൂടെ തരാം ഗൈസ്. നമ്മളങ്ങനെ അഴീക്കൽ പാലത്തിൽ കേറിട്ടോ. ഞാൻ ഇതുവരെ കേറിയിട്ടില്ല. നമുക്ക് തിരിച്ചു ചെല്ലുമ്പോ ബർത്ത്ഡേയുടെ പായസ കിറ്റ് വാങ്ങിക്കൊണ്ട് ചെന്ന് പായസം ഉണ്ടാക്കി കുടിച്ചിട്ട് പോകും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ദുർഗ തന്നെ ഉണ്ടാക്കി. നാളെ പരിപാടി ഒന്നുമില്ലല്ലോ അല്ലേ? നല്ല വ്യൂ. നല്ല രസമുണ്ടാവും നടക്കാണെങ്കിൽ. എനിക്ക് പഞ്ചസാര വേണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പിടിക്കത്തില്ല. ഹായ് ഗൈസ്. എത്ര? ജിഞ്ചിയണേതാ?
ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കടയിൽ വന്നിരിക്കണം. എനിക്ക് വേണം പരിപാടാ, ഞാൻ വരുന്നത്. പഴയ ടൈപ്പ് ഒരു കുഞ്ഞിക്കടയിലേക്ക് വാങ്ങി നല്ല ചൂട് പരിപാടാ അല്ലേ, നല്ല ടേസ്റ്റ്. കാക്ടസ് വീഡിയോ പോകാനായിട്ടുള്ളായിരുന്നു. ഒന്നോടെ പോയിട്ട് നമുക്ക് തിരിച്ചു വന്നാലോ. ഗൈസ് എനിക്കൊരു പണി കിട്ടി. എടുത്ത എൻട്രി മൊത്തം പോയി, ഫ്ലോപ്പ് ആയി പോയി, റെക്കോർഡ് ആയില്ല. സോ അവിടെ മീറ്റിംഗ് നടക്കുകയാണ്. ഏത് ഇവൻറ്റുകാരനാണ് ഇത്, ബട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. താങ്ക് യു. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ ആ ഫ്ലവർ ഡെക്കറേഷനൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ. ഓക്കെ, സോ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഗോഡ്സൺ ചേട്ടൻ റൂമിൽ തപ്പി നടക്കുകയാണ് ഗൈസ്. ബിഹൈൻഡ് ദ സീൻ ബിഫോർ ഷോ. ഇതെന്തിനാ എനിക്ക് തന്നേ? ആ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. മുടി അഴിച്ചിടും. ഞാൻ പ്രോഗ്രാമിന് കയറുമ്പോൾ മുടി അഴിച്ചിടും. ഗൈസ് അവിടെ എല്ലാവരും പോയി ഗൈസ്, കിട്ടിയില്ല. ഞങ്ങൾ റെഡിയായി ഗൈസ്. ഇനിയിപ്പം പരിപാടി തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കീബോർഡിസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, ഇന്ന് രക്ഷയില്ല. ഇന്നത്തെ ദിവസം അതായത് നമുക്ക് കല്യാണത്തിന് ഇവന്റിന്റെ പേര് പറഞ്ഞേ. ഇവന്റിന്റെ പേര് പറഞ്ഞേ. ഹണിക്കോം വെട്ടി. ഇവിടെ പറയാനാണോ? അല്ല, ഹണിക്കോം വെട്ടി കമ്പനി.
ഗൈസ് ഞാൻ വീണ്ടും എൻ്റെ പഴയ കോലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ടോപ്പ് എനിക്ക് വാങ്ങി തന്നത് വിഘ്നേഷ് ചേട്ടനാണ് കേട്ടോ. വിഘ്നേഷ് ടീച്ചേഴ്സ് ഫ്രം കാലിക്കറ്റ്. താങ്ക് യു. പിന്നെ വാച്ചും ഉണ്ടായിരുന്നു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത്. അതെനിക്ക് സൈസ് ശരിയാവുന്നില്ല. സോ അത് ഞാൻ റെഡിയാക്കിയിട്ടിടും. ഗൈസ് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു ഗൈസ്. എല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതാണ് ഈ കൺവെൻഷൻ സെന്ററിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. ഇൻസൈഡ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. കൊമ്പ് കതറണ റമ്പറുത്ത് മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ത്രം ഒരു ഞൊടിത. കാടിറങ്ങിയോടി വരുമൊരു മൂടനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴിവാ. അമ്പ് കൊണ്ട് കൊമ്പ് കതറണ വമ്മനത്ത് മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ത്രം ഒരു വെടിത. പാതാളച്ചുഴിയറിയാം, ഇല്ലാളിക്കളിയറിയാം, ഇയാളിപ്പട്ടറിയാം. ആരാച്ചാരായാലും ആകാശം കാണൂല, അങ്ങാടി ചെന്നാലും അമ്മുമ്മെ കാണൂല. തിക്കളി തിക്കളി പുതിയൊരു പുലികളെ കടിച്ചു കൂടുകൂടി വലവഴിയാ. പായസം നമ്മള് വീട്ടിലേക്ക് പോകണം കേട്ടോ ഗൈസ്. പറയാൻ മറന്നുപോയി. ഉറങ്ങിയെന്ന് തോന്നുന്നു. ഉണ്ടോ? ഓ ഈ ലൈറ്റ് ഓൺ ചെയ്താ പോരാ മണ്ട. ഗൈസ് നമ്മൾ ഗോഡ്സൺ ചേട്ടന്റെ വകയില് എന്താ ഞാൻ ആ ലാസ്റ്റ് കാരണം പാൽ സർബത്തിന്റെ ഇത് വേണ്ടെന്നോ ഞാൻ ഗ്ലാസ് ഒന്ന് കാണിച്ച്. ഈ ഗ്ലാസ് വേണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അണ്ടാവ് നിറച്ചുള്ളത് തന്നു ഗൈസ്. എന്നെ കൊണ്ട് ബർത്ത്ഡേ ചെലവേൽപ്പിച്ച ഗൈസ് ദുഷ്ടന്മാര്. ഒരു കുട്ടിയായോ വണ്ടി 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 അതിന് 2000 സംതിങ് രൂപയുടെ വിലയുണ്ട്. ബർത്ത്ഡേക്ക് ഏകദേശം 10-30,000 ഗിഫ്റ്റ് ആണ് കിട്ടിയത്. കേട്ടോ കേട്ടോ കേട്ടോ. ദാഹിച്ചിരുന്ന 3 യുവാക്കൾക്ക് അതിന് യുവാവെന്ന് വിളിക്കണോ ഞാൻ? വേണ്ടല്ലേ? സീനിയർ കൂട്ടത്തിലെ സീനിയർ ദാഹിച്ചിരുന്ന പൊടിയാ ഗൈസ്. ഞാൻ ദാഹം മാറ്റി കൊടുത്തപ്പം എവിടെ അമ്മേ വണ്ടി എല്ലാം കൂടെ വരുന്നു ഗൈസ്. പൊടിയിൽ നിന്നും ഞങ്ങൾ അതെ ഞങ്ങൾ പോവാണ് ഗൈസ്. ബൈ ഗൈസ്. നമ്മൾ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പായസം വീട്ടിൽ ചെന്നിട്ടുണ്ടാക്കും. നിങ്ങൾ ഉണ്ടാക്കും, ഞാൻ കിടന്നുറങ്ങും. എന്നിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ എണീറ്റ് കുടിക്കും. ഓക്കെ ഗൈസ് ബൈ. ഇവരിന്ന് രാത്രി വീട്ടില് പായസം ഉണ്ടാക്കുന്നതായിരിക്കും. അത് ഞാൻ എനിക്ക് പച്ചണെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതുമായിരിക്കും. പപ്പടം വറക്കാൻ പോലും അറിയാത്ത ദുർഗയെ ഇന്ന് പാൽപായസം വയ്ക്കാൻ പഠിപ്പിക്കുകയാണ്. അതും കൃത്യം പാതിരാത്രി തന്നെ. 12 മണി കഴിഞ്ഞ് ഇപ്പൊ 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് എല്ലാം പറഞ്ഞ പോലെ.